പാരന്റൽ ഡോഗ് ട്രെയിനിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് പാരന്റൽ ഡോഗ് ട്രെയിനിങ് ടെക്നിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇതിൽ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ പാർട്ട് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. ഒരു ഡോഗിൻ്റെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് എങ്ങനെ കോപ്പപ്പ് ചെയ്യും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആരും ശ്രദ്ധിക്കാത്ത ടോപ്പിക്കുകളാണ്. ഇത് അവരുടെ ഡോഗിൻ്റെ നർച്ചറിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നമ്മുടെ ഡോഗ് അല്ലെങ്കിൽ പപ്പി കെന്നൽ എങ്ങനെ സെറ്റ് ചെയ്യണം, കെന്നലിൽ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, കെന്നലിൽ എന്തൊക്കെ അവൻ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്കാണ് കെന്നൽ ടൈം സ്പെൻഡിങ്ങിലേക്ക് ഡോഗിനെ നർച്ചർ ചെയ്യുന്നത്. സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഡോഗ് പപ്പി ഓണർ അല്ലെങ്കിൽ ഹ്യൂമനുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, എങ്ങനെ എൻഗേജ് ചെയ്യണം, എങ്ങനെയൊക്കെ അവൻ നമ്മളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. ഒരു റൂമിനകത്ത് വന്നാൽ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം, നമ്മളുമായിട്ട് കളിച്ചാൽ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം, നമ്മളുമായിട്ട് വാക്ക് ചെയ്താൽ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം, ഇതിനെല്ലാം സ്ട്രക്ചർ ചെയ്യപ്പെടണം. തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഡോഗ് അല്ലെങ്കിൽ പപ്പി ഒറ്റയ്ക്ക് വേറെ ആരുടെ ഇൻട്രാക്ഷൻ ഇല്ലാത്തപ്പോൾ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ തുറന്നു വിടുകയോ ഫ്രണ്ടിൽ തുറന്നു വിടുകയോ അല്ലെങ്കിൽ റൂമിൽ ഒറ്റയ്ക്ക് തുറന്നു വിടുകയോ ചെയ്യുമ്പോൾ അവൻ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അവനെ അതും ട്രെയിൻ ചെയ്യണം വിത്തൗട്ട് അവർ സൂപ്പർവിഷൻ. ഈ 3 ടോപ്പിക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രീറ്റിംഗ് ആൻഡ് കെന്നലിങ്ങിനെ കുറിച്ചായിരിക്കും ഈ പോർഷൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് അപ്പോൾ ക്രീറ്റിംഗ് ആൻഡ് കെന്നലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് എങ്ങനെയാണ് ഇവരുടെ ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ക്രീറ്റിംഗ് ആൻഡ് കെന്നലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പപ്പി മേടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഡോഗ് മേടിച്ചു കഴിഞ്ഞാൽ ഇവൻ എവിടെയാ റെസ്റ്റ് ചെയ്യുന്നത്, ഇവൻ്റെ വർക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവൻ്റെ പ്ലേ ടൈം കഴിഞ്ഞാൽ ഇവൻ എവിടെയാണ് റെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കെന്നലിംഗ് ആൻഡ് ക്രീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജോലി ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത് നമ്മളെല്ലാവരും എവിടെയാണ്, ബെഡ്റൂമിലാണ്. അപ്പോൾ ബെഡ്റൂമിൽ ബെഡിൽ കിടന്ന് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്നു. അവിടെ നമ്മൾ വേറെ ആക്ടിവിറ്റികളിലൊന്നും ഏർപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ്. അതുപോലെ തന്നെയാണ് ഒരു ഡോഗിൻ്റെ ക്രേറ്റ് അവരുടെ ബെഡ്റൂമാണ്, അവൻ്റെ ഒരു റെസ്റ്റിംഗ് പ്ലേസാണ്. അവിടെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഫൺ ഓറിയൻറ്റഡ് ആയിട്ടും അത് എങ്ങനെയാണ് അത് കാംനെസ്സിലേക്ക് എത്തിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു എക്സസൈസോ പ്ലേ ടൈമോ അല്ലെങ്കിൽ ഫീഡിങ് ടൈമോ എല്ലാം കൊടുത്തതിന് ശേഷം ക്രിയേറ്റിലാക്കുമ്പോഴത്തേക്കും അവന് ഹാർഡ് ടോയ്സ് അല്ലെങ്കിൽ ഹാർഡ് ബോൺസ്, അതായത് കുറച്ച് കളിച്ച് അവന് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് ഉറങ്ങാനുള്ള കുറച്ച് ടോയ്സൊക്കെ ആ ക്രിയേറ്റിലുണ്ടാവണം, ഹാർഡ് ടോയ്സ്. അതേപോലെ നല്ലൊരു ബെഡ്, നല്ല കോസി ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ബെഡ് ഉണ്ടാവും, അവനെ കിടന്ന് റെസ്റ്റ് ചെയ്യാൻ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്, കെന്നൽ വെക്കേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാൾ റൂമിലോ അല്ല. അവന് സെപ്പറേറ്റ് ആയിട്ട് അവൻ ഒറ്റയ്ക്ക് ആണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം കൊച്ചിലേ തന്നെ ഉണ്ടാക്കിയാൽ മാത്രമേ സെപ്പറേഷൻ ആൻസൈറ്റി എന്നുള്ള ഏറ്റവും വലിയ ഒരു സൈക്കോളജിക്കൽ ഇംബാലൻസ് മാറും. അപ്പോൾ ക്രേറ്റിലാക്കി ടോയ്സ് കൊടുക്കുമ്പോൾ ഇവൻ ടോയ്സിനെ കടിക്കുകയും അവൻ അതിൽ എൻഗേജ്ഡ് ആവുകയും ചെയ്യും. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ടയേർഡ്നെസ് ക്രിയേറ്റ് ആവുകയും അവൻ നേരെ ഒരു കാം സ്ലീപ്പിലേക്ക് പോകും. ഇപ്പോൾ ക്രേറ്റിൽ എത്ര മണിക്കൂറുണ്ട്? നമ്മൾ 12 മണിക്കൂറും 8 മണിക്കൂറും ക്രേറ്റിലോ കെനലിലോ ഇടാൻ പാടില്ല ഒരു ഡോഗിന്. ഒരു ഡോഗിന് 2 മാസമായാൽ അവരെ 2 മണിക്കൂറിന് ഇടയ്ക്ക് തുറന്നു വിടുകയും ബാത്റൂമിൽ പോവുകയും ഫുഡ് കൊടുക്കുകയും കളിപ്പിക്കുകയും ഒക്കെ വേണം. 2 hours ആണ്. ഓരോ മാസവും കൂടുന്നതിനനുസരിച്ച് ഓരോ മണിക്കൂറുകൾ ബ്രേക്കുകൾ ഉണ്ടാകണം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 4 month ആയ പപ്പിയാണെങ്കിൽ 4 hours ഷുവറായിട്ടും ഡോഗിനെ കെനൽ ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ബ്രേക്ക് കൊടുക്കുക. അപ്പോൾ ഒരു 5 to 4 ഇൻ്റർവെൽസ് അവർക്ക് റെഗുലറായിട്ട് കിട്ടുകയും
ക്രിയേറ്റ് ചെയ്ത് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ പൊട്ടി ട്രെയിനിങ്ങും ചെയ്യാൻ പറ്റൂ. അതിനും അടുത്തുള്ള വീഡിയോകളിൽ ഞാൻ പൊട്ടി ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 4 ഇൻ്റർവെൽസ് കൊടുത്തു. മാക്സിമം ഒരു ഡോഗ് 8 to 10 hours മാത്രമേ അഡൽട്ട് ഡോഗ്, അതായത് ഒരു വയസ്സ് 1.5 വയസ്സായ അഡൽട്ട് ഡോഗുകൾ കെനൽ ചെയ്യാൻ പാടുണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ എങ്ങനെയാണ് ഡോഗുമായിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്ത് സൈക്കോളജി ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ടിൽ ദെൻ ബൈ.